അല്ലെങ്കിൽ ആരൊക്കെ ഈ പാർട്ടിയുടെ വളർച്ച നശിപ്പിക്കാൻ മുളയിലെ നുള്ളാൻ ശ്രമിച്ചാലും ഒരു 10-15 വർഷത്തിനകത്ത് കേരളത്തിൽ ആം ആദ്മി പാർട്ടി ഭരിക്കും എന്നുള്ളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിരുന്നു ഒരു സമയത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിരുന്നു. അതാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ പാർലമെന്റിൽ 2 MP-മാരായിരുന്നു BJP-ക്ക് ഉണ്ടായിരുന്നത്, അടൽ ബിഹാരി വാജ്പേയിയും AK അദ്വാനിയും. അതിനുശേഷം ദോശ തിരിച്ചിടുന്നത് പോലെ തിരിച്ചിട്ടു. കോൺഗ്രസ് ഏതാണ്ട് നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 40 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. BJP വളർന്നു. അപ്പോൾ വളർച്ചയും തളർച്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഈ സാഹചര്യമാണ് സാഹചര്യമാണുള്ളത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ച എങ്ങോട്ടാണ്? ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ അവരെയൊക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവരെയൊക്കെ ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞാൻ വലിയ ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ വളർച്ചയുടെ തോത് കഴിഞ്ഞു. ഒരു കാരണവശാലും